അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാനും സയാനും കൂടെ ചെറിയൊരു വക്കാണാണ് കേട്ടോ. വക്കാണെന്നല്ലോ, എനിക്ക് സ്കൂളിൽ തന്നപ്പോ നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കലക്കണം. എന്നിട്ട് നാരങ്ങ വെള്ളം പ്രാന്തനാണ് കേട്ടോ. ചില ദിവസം സ്കൂളിലേക്കൊക്കെ കലക്കി കുപ്പിയിലൊക്കെ ആക്കി കൊണ്ടുപോവേ. അപ്പം ഇത് ഒരുപാട് കുടിക്കാനും പാടില്ല എന്ന് പറയണേക്കാം. അപ്പം ഓനിക്ക് എപ്പോഴും നാരങ്ങ വെള്ളം കലക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടോ, നാരങ്ങ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ കട്ട് ചെയ്യുക. അപ്പൊ അത് പിഴിയാൻ നല്ല റിസ്ക് എടുക്കാം. അപ്പൊ ഞാൻ ഓനിക്ക് എങ്ങനെയാണ് നാരങ്ങ മുറിക്കേണ്ടത്, എങ്ങനെയാണ് വെള്ളം കലക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓനിക്ക് ഇഷ്ടമാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ നമ്മളായിട്ട് നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യട്ടെ. അങ്ങനെ ഓനെ നാരങ്ങ അടിപൊളിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും വെച്ചാൽ ഇങ്ങനെയാണ് തല തിരിച്ചിട്ടാണ് മുറിക്കൽ, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പിഴിയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെറിയ 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 കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാതും നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കരുത്. ഒരു വീടാകുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ആ വീട്ടിലുള്ളവർക്കൊക്കെ എല്ലാ പണികളും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക കുറേശ്ശെ ആയിട്ട്. എല്ലാതും നമ്മൾ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ തന്നെ ചെയ്ത് കാണിച്ചു കൊടുത്താൽ പിന്നെ അത് ശീലാവും കേട്ടോ. അപ്പൊ നമുക്ക് എന്താ പറയാ, നാരങ്ങ പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കത്തിയുടെ മേലെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നന്നായിട്ട് അതിന്റെ നീര് കിട്ടും. അതേപോലെ നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് നിലത്തിട്ടിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. അപ്പൊ അതിനുള്ള ജ്യൂസൊക്കെ നന്നായിട്ട് ഇങ്ങനെ റെഡിയായി കിട്ടും. അപ്പൊ നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നാരങ്ങ വെള്ളം കലക്കണ ക്ലാസ് എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാവില്ലേ. ഞാൻ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അങ്ങനെ നമ്മൾ ഇവര് വെള്ളം കലക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ കുറെ പഞ്ചസാര അടിയിലുണ്ടാവും കേട്ടോ, കലങ്ങിയിട്ടുണ്ടാവില്ല. അപ്പം അതും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മിക്സ് ആയതിനു ശേഷം പഞ്ചസാര ഇടാൻ പാടുള്ളൂ. അതേപോലെ തണുത്ത വെള്ളത്തിൽ കലക്കരുത്, പഞ്ചസാര കലങ്ങൂല. ഓൻ എപ്പോഴും ഐസ് വാട്ടറിൽ ഇങ്ങോട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് കലക്കുക ചെയ്യാം. അപ്പൊ എത്ര പഞ്ചസാര ഇട്ടാലും ഉണ്ടാവില്ല. പച്ചവെള്ളത്തിൽ കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് കലക്കിയിട്ട് പിന്നെ തണുത്ത വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ എണ്ണി ഓന് പഞ്ചസാരയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം കലക്കൽ കാരണം പഞ്ചസാരക്ക് നല്ല ചെലവാട്ടോ. അങ്ങനെ നമ്മള് എന്താ പറയുക, പഞ്ചസാര കലക്കണമെങ്കിൽ ഇപ്പോൾ എനിക്കിത് ഗ്രൗണ്ടിൽ പോകണം. അപ്പം വെള്ളം കുറച്ച് കുപ്പിയിലാക്കി കൊണ്ടുപോകണം. ഗ്രൗണ്ടിലെത്തിയ ഭയങ്കര ദാഹമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് ഇന്നൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഒന്ന് ചെറിയൊരു മടിയായി. അപ്പോൾ എന്തെങ്കിലും ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ നമ്മുടെ പഴം എണ്ണയിൽ വാട്ടുക, എന്തെങ്കിലും ചെയ്യാന്നൊക്കെ കരുതി വന്നിട്ട് ചോദിച്ചിട്ട് ചെയ്യാന്ന് കരുതിട്ടോ. മക്കളൊക്കെ പേടിക്കണം. അല്ലെങ്കിൽ ഇത് എന്തിനാ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഒച്ചിടും. അപ്പൊ നമുക്ക് എന്താ പറയാ, ആദ്യം ഇതൊന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. എങ്ങോട്ട് പറഞ്ഞേക്കണം? സ്ഥലത്തിന്റെ പേര് പറയും. പിന്നെ എങ്ങനെ മനസ്സിലായി. സ്കൂളിൽ 2ാം ക്ലാസ് വരെ 3ാം ക്ലാസ് വരെ 2 തൊട്ടിട്ട് 7 വരെ എല്ലാ ക്ലാസ്സായിരുന്നു. അപ്പൊ വിജിപ്പോ 2 ദിവസം മുന്നേ വിട്ടാ പോയി കടല് കാണാൻ പോയില്ലേ? എങ്ങടെ പോണ്? എവിടേക്കാ പോണേ? എത്ര എമൗണ്ട്? ഗ്രൂപ്പിൽ വിടട്ടെ, എന്നിട്ട് ആലോചിക്കാം നമുക്ക്. ഇതൊക്കെ ഉമ്മച്ചിക്ക് സന്തോഷമുള്ള കാര്യം. അപ്പൊ എനിക്കും സന്തോഷമുള്ള കാര്യം ഉണ്ടെന്ന് പറയും. ഇമ്മച്ചിക്ക് സന്തോഷമുള്ള കാര്യം ഉണ്ടെന്നല്ലേ പറയും. എനിക്കിത് കേട്ടപ്പോ സങ്കടം വരുന്നു. ആരും വെള്ളം കുടിക്കും. എന്ത് മൂക്കൊക്കെ ഇങ്ങനെയാണ്. ആ വെള്ളം തട്ടണ്ട കേട്ടോ. അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോൾ നീ വെള്ളം കുടിക്ക് കേട്ടോ. അപ്പൊ ഇനി കുറച്ച് ദിവസം ടൂറിന്റെ കാര്യം തന്നെ ആയിരിക്കും കേട്ടോ പറയാണ്ടാവുള്ളൂ. ടൂർ പോകണം തന്നെയായിരിക്കും. അപ്പം ഇവിടെ അടുത്തുള്ള കുറച്ച് സ്ഥലത്ത് കാണിട്ട് ടൂർ പോണത്. കുറച്ച് എമൗണ്ട് ഒക്കെ ആയിട്ട് ചെറിയൊരു ട്രിപ്പ്. പക്ഷെ ഈ കൂട്ടുകാരെ കൂടെ പോകുമ്പോൾ വേറൊരു രസമല്ലേ. അപ്പൊ എനിക്ക് പറഞ്ഞേക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നോക്കാട്ടോ. അപ്പൊ അവന് കുറച്ച് ബാക്കിയാക്കി പോയി. അപ്പൊ ബാക്കി കുറച്ച് മിക്സ് ചെയ്തിട്ട് ഞാനും കുടിക്കാണ്. എനിക്ക് നാരങ്ങ വെള്ളമൊന്നും വലിയ ഇഷ്ടമല്ല. ഈ നോമ്പിന്റെ സമയത്തൊക്കെ ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചു അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എപ്പോഴൊന്നും കുടിക്കൂല. എനിക്ക് അതിന്റെ ടേസ്റ്റിനോട് വലിയൊരു താല്പര്യമില്ല. അപ്പൊ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കുറച്ച് ദോശ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അതിനൊരു തുണക്കാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതിയിട്ട് നമ്മളൊരു ചമ്മന്തി അല്ലെങ്കിൽ ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതൊരു വേറൊരു ചട്നിയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഗാർലിക് ചട്നി എന്നൊക്കെ പറയാം. അപ്പൊ വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറുള്ളിയും കുറച്ച് അധികം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗാർലിക് ചട്നി ആകുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് അധികം വേണ്ടത്. ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ഇത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അത് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നാൽ ഒരു 4-5 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ചമ്മന്തിക്ക് നല്ല കളർ കിട്ടണമെങ്കിൽ നമ്മൾ മറ്റേ കാശ്മീരി മുളകില്ലേ അത് ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പം സാധാ നമ്മുടെ പൊടിപ്പിക്കാനൊക്കെ എടുക്കുന്ന മുളകില്ല, അതാണ് കേട്ടോ.
പിന്നെ ഒരു ചെറിയ സൈസ് പുളി ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട പുളി കുറച്ച് അധികമായിട്ട് അത്രയും വേണ്ടായിരുന്നു, ചെറിയ പീസ് മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചെടുക്കുക. ഞാൻ അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ, കാരണം കുറച്ചപ്പം മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ കുട്ടികൾക്ക് മാത്രമാണ് കേട്ടോ, പിന്നെ എനിക്കും ഉണ്ടാവും, ഞങ്ങൾക്ക് 3 പേർക്കും ഇത് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരക്കുക. ചൂടാറിയിട്ട് അരക്കാന്ന് നോക്കട്ടെ. ഞാനിപ്പോൾ ഞാൻ കുറച്ച് ധൃതി ഉണ്ട്, ഗ്രൗണ്ടിൽ പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് എടുത്ത് കൂരിയിട്ട് നമ്മുടെ മിക്സിയിലിട്ടിട്ട് അടിക്കാൻ പോവാണ്. കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം എന്താ പറയാ, നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മളിത് എടുത്ത് കൊണ്ടുവരാം. അപ്പൊ ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്ടിക്ക് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു, നമ്മൾ ഓൾറെഡി വഴറ്റിയിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കായപ്പൊടി ഇല്ലേ, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായപ്പൊടി, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വല്ലാണ്ട് ചൂടാക്കരുത്, കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ആ ചട്നിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട്, അത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമില്ലേ, അത് കുറച്ചും കൂടെ വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് ലൂസ് ആക്കരുത്, ഇതിങ്ങനെ കുറുക്കി ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ കുറച്ച് കുറുക്കം വേണം. അപ്പൊ നമ്മള് ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നല്ലോണം തിളച്ച് എന്ത് ചെയ്യണം, അതിന്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം കേട്ടോ. ഒന്ന് കുറുകും ചെയ്യും. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അതാണ്. അപ്പൊ നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാം. അപ്പൊ തന്നെ ഞാൻ ഉപ്പുണ്ടോ നോക്കി കുറേശ്ശെ ഉപ്പിട്ട് കുറച്ച് ഉപ്പ് അധികമായിട്ടോ. അത് പിന്നെ എല്ലാ പ്രാവശ്യവും ഉണ്ടാവുന്നതാണ്. അങ്ങനെ നമ്മളത് തിളച്ച് വരുന്നുണ്ട്. ഇനി ആ എണ്ണ ഒന്ന് മേലെ ഇങ്ങനെ തെളിഞ്ഞു വരെ നമുക്ക് കാണാൻ പറ്റും. അതുവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുത്, അപ്പം റെഡി ആയിട്ട് കുക്കാവൂല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം, അപ്പൊ കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പൊ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി എണ്ണയ്ക്കൊന്ന് റെഡിയായി ഇങ്ങനെ തെളിഞ്ഞു വന്ന ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ചട്ടനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പരുവം. അപ്പൊ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി വെക്കുക. അപ്പൊ നമ്മുടെ രാവിലത്തെ ദോശ ഒരു കേടുപാടും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അതിന്റെ സൈഡിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗാർലിക് ചട്നി കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഒന്നും ആവശ്യമില്ല കേട്ടോ, ചട്നി ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പൊ നമ്മളിത് ദോശ ഇങ്ങനെ പൊട്ടിച്ച്, നമുക്കാണെങ്കിൽ ഫ്രഷ് ദോശയുടെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കാം കേട്ടോ, നല്ല രസമായിരിക്കും. പിന്നെ സയാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പത്തിന്റെ കൂടെ ചട്നി, ചമ്മന്തി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ചട്നി റെസിപ്പീസ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ഉപ്പ വീട്ടിൽ നിന്നിട്ട് ദോശയും ചമ്മന്തി ചട്നിയൊക്കെ കഴിക്കുന്നുണ്ട് വിത്ത് കട്ടൻ. സയാൻ അപ്പൊക്കെ തിന്നിട്ട് ഗ്രൗണ്ടിൽ ഓടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 6 മണി 6:15 ആകുമ്പോഴേ വരുള്ളൂ. ഇതാണെങ്കിൽ നല്ല ഉറക്കാണ്. അപ്പൊ അവന്റെ ഉറക്കം കഴിഞ്ഞിട്ട് അവനക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഒരു വളപ്പുണ്ട് കേട്ടോ. വളപ്പ് മീൻസ് എന്താ പറയാ, തൊടു, അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയാ. അപ്പൊ അവിടെ കുറെ കച്ചറ ഉണ്ട്, നമ്മളിട്ട കച്ചറ തന്നെയാണ്. നമ്മളറിയുമ്പോൾ കുട്ടികൾ ഇങ്ങനെ മുട്ടായി കടലാസ് അതൊക്കെ അപ്പുറത്ത് തൊടു കൂടി കേട്ടോ. വേറൊരു ആൾക്കാരുടെ സ്ഥലമാണ്, പക്ഷെ നമ്മളിങ്ങനെ വൃത്തികേടാക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ആ വളപ്പിലേക്ക് ചാടി ഒരു കോലൊക്കെ വെച്ചിട്ട് എല്ലാം ഒന്ന് പെറുക്കി കൂട്ടി കത്തിക്കാനുള്ള പരിപാടിയാണ്. കുറെ പേപ്പറും കുറെ സാധനം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ തന്ന ഐസ് അതിന്റെയൊക്കെ കവറുണ്ട് കേട്ടോ. അപ്പൊ കവറൊന്നും കത്തിക്കാൻ പാടില്ല, പക്ഷെ നമ്മൾ കത്തിക്കാറൊന്നുമില്ല. ഇവിടെ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്കിപ്പോ ഇത് കൈയിട്ടിട്ട് എടുക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനിവിടെ ഇട്ട് കത്തിക്കാന്നാട്ടോ വിചാരിക്കണത്. അപ്പൊ ചെറുക്കന്മാരൊക്കെ ഞാൻ അവിടെ നിൽക്കണുണ്ടിട്ട്, അവിടെ ഒരു ചെറിയൊരു വഴിയുണ്ട്, അത് കൂടെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ തൊടുക്ക് പന്തൊക്കെ പോയിട്ട് അത് എപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകൊണ്ട് ഇവർക്ക് ഈ സ്ഥലം നല്ല പരിചയമാണ് കേട്ടോ. പിന്നെ വലിയ പൊല്ലും പൊന്തയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കുട്ടികളെ ഇറങ്ങി വന്നത് വലിയ വിഷയമാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ കത്തിക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒരു കടലാസൊക്കെ കത്തിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഈ എന്താ പറയാ സാധനങ്ങളൊക്കെ പെറുക്കി കൂട്ടി കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, കത്തിച്ച് കഴിയുമ്പോൾ അവിടെ ഒരു നീറ്റായിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പൊ അത് കാണുമ്പോൾ ഒരു മനസ്സമാധാനം കിട്ടുക. പിന്നെ അതേപോലെ കച്ചറായിക്കോട്ടെ മക്കള്, എല്ലാതും അവർക്ക് ഏറ്റവും ഈസിയാണ് അപ്പുറത്തെ തൊടുക്ക് എറിയാന്നുള്ളത്. ഇവിടെ ഇടുകയല്ല, അപ്പുറത്തെ തൊടുക്ക് ഇടുകയല്ലേ. അങ്ങനെ നമ്മൾ അവിടെ ഒന്ന് കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇപ്പൊ അവിടെ എന്തോ പേപ്പറൊക്കെ കത്തിക്കാണ്ട് പറഞ്ഞിട്ട് അതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചാവടിയും തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് സമയമാണ് കേട്ടോ. വൈകുന്നേരത്തെ കുട്ടികളുടെ കൂടെയുള്ള കൊച്ചു നിമിഷങ്ങളാണ് ഇനി. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.